ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ ഇന്ന് 7ാമത്തെ നോമ്പാണ്. കഴിഞ്ഞ 2 ദിവസം നമുക്ക് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഒരു ദിവസം എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹെക്റ്റിക് ആയിട്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ 2ാമത്തെ ദിവസം ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടാണ് നോമ്പ് തുറന്നത്. ഞാൻ ക്ലിപ്സ് എടുക്കണം വിചാരിച്ചിരുന്നു. ഇന്നലെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് നോമ്പ് തുറക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ ഇന്നലെ നമുക്ക് വ്ളോഗ് ഇടാൻ വേണ്ടി പറ്റിയില്ല. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചും കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ വ്ളോഗ് ഇടാത്തതെന്നുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഒരു എന്താ പറയുക 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു വ്ളോഗായിട്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്താ പറയാ, നമ്മളെ യൂട്യൂബിൽ നമുക്ക് ഏകദേശം 9K സബ്സ്ക്രൈബേഴ്സ് ആയി. 9K സംതിങ് ആയി. 10K ആവാൻ കുറച്ച് ആൾക്കാരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കൊന്നൊരു ഗസ്റ്റ് ഉണ്ട് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1-2 സ്നാക്സും അതേപോലെ ബീഫ് വെച്ചിട്ട് ബീഫിന് നമുക്കൊരു എന്താ പറയുക, ഒരു ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഒരു അൽഫാം കൈൻഡ് ഓഫ് ബീഫിന് അങ്ങനെ ആക്കാം. പിന്നെ സാധാരണ ചിക്കൻ ആക്കില്ല, അപ്പം ബീഫ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമുക്കൊരു റൈസ് മറ്റേ മന്തിൻ്റെ പോലത്തെ ഒരു പ്ലെയിൻ റൈസ് ഉണ്ടാക്കാം. ഇതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം, നമ്മളൊരു ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനെ നമ്മുടെ മസാല ആക്കി കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കണേ. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് പൊരിച്ചെടുത്തിട്ട് നമ്മൾ നോർമൽ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിരിക്കണേ, പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കി കുനുകുന ആക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് നമ്മൾ സാധാ ചിക്കൻ പൊരിക്കുമ്പോഴുള്ള മസാലകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജിഞ്ചർ കറി പേസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമല്ലോ, അപ്പോൾ പിന്നെ അത് സെറ്റാവും. പിന്നെ നമുക്ക് അടുത്ത പരിപാടി, ഞാൻ ഇന്ന് ചിക്കൻ പൊട്ടിത്തെറിച്ചും കൂടി ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് അതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് സമൂസ ഷീറ്റിനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം സമൂസ ഷീറ്റിനൊന്ന് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ചുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ തുള്ളി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ഷീറ്റ് മതി കേട്ടോ. കുറച്ച് ഷീറ്റിനെ ഞാൻ 2ആക്കി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ചിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ എന്താ അരിഞ്ഞിട്ട് അങ്ങോട്ട് വരാത്തേ? ഇത് ഇത്രയൊക്കെ എടുത്താലും ഇതെന്തായാലും കട്ടാവില്ല. അപ്പോൾ ഇതിന് പകുതി എടുത്തിട്ട് കട്ട് ചെയ്യാം. എൻ്റെ അനിയന് എപ്പോൾ പുറത്ത് പോയി ചായ എടുക്കാൻ വേണ്ടി കയറിയാലും ആദ്യം വാങ്ങണ സാധനത്താണ്. എന്തൊക്കെ കടികളല്ലേ പൊട്ടിത്തെറിച്ചത്. പിന്നെ കിളിക്കൂട്. ടേബിൾ മൊത്തം ഇളകുണ്ട്. ഈ ടേബിളിനൊരു അലൈൻമെന്റ് ഇല്ല തോന്നുന്നു. നല്ല മൂർച്ചയുള്ള കത്തിയോടെ മുറിച്ചാൽ നല്ല വൃത്തിക്ക് കിട്ടും. ഈ കത്തിക്ക് മൂർച്ച ഉണ്ട്, പക്ഷെ ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് മുറിക്കാൻ നല്ല ഗതികേടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. നമുക്കിത് മുറിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇതുപോലെ കനം കുറച്ചിട്ട് സമോസ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, കാരണം നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ. കുറച്ച് നമ്മളെ സമൂസക്കുള്ള ചിക്കന് ഒരു ഭാഗം വേണ്ടിയാണ്, മറ്റേ ഭാഗം കൂടി നമുക്ക് ആക്കാം. സാധാരണ ഞാൻ പുഴുങ്ങിയെടുക്കല, പക്ഷെ എനിക്കൊന്ന് പുഴുങ്ങിയെടുക്കാണ്ട് പൊരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടീസേ എഡിറ്റ് ചെയ്യാനും സമയമില്ല, വീഡിയോ എടുക്കാനും സമയമില്ല. ഞാനൊക്കെ പാങ്ക് കൊടുക്കാൻ നേരത്തെ വന്ന് നോമ്പ് പറഞ്ഞേ. ഷോർട്സ് ഇടണല്ലോ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിരുന്നു. ഇന്നലെ എനിക്ക് ഷോർട്സ് ഇടാൻ പോലും ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല, അത്രക്ക് തിരക്കായിട്ടുള്ള ദിവസമായിട്ട്. നമുക്ക് ചിക്കനെ ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എനിക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. മാക്സിമം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് മസാലകൾ ഇടാം. കുറച്ച് സാൾട്ട്, പിന്നെ കശ്മീരി ചില്ലി പൗഡർ. ഇതിന് കുറച്ച് എരിവുണ്ട് കേട്ടോ, കളറും ഉണ്ട് എരിവും ഉണ്ട്. കുറച്ച് ഗരം മസാല,
കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊണ്ടിട്ട് കുറച്ച് കൂടി പോയോ ഉള്ളൂ, കൂടിയത് കുത്തിയിട്ട് നിൽക്കില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗൈസ്, നമ്മൾ ബീഫ് വെച്ചിട്ട് ഒരു ബീഫ് അൽഫാം പോലെയൊക്കെയാണ് വിചാരിക്കണം. നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ബീഫ് മുറിച്ചിടുന്നത്. കാണിച്ചു തരാം. കുറച്ച് വലിയ കഷ്ണം, എന്നാലും ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതാവും. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ട്രൈ നോക്കുകയാണ് ഇൻ കേസ് പാലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് മസാല ആക്കിയിട്ട് വേവിക്കാം. ഉപ്പും മല്ലിയും മഞ്ഞളും കൂടെ ഇട്ടിട്ട്, ഞാൻ എരിവ് ഇടണില്ല കേട്ടോ, നമ്മളൊരു മസാല മിക്സിയിൽ അരച്ചുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടിട്ടില്ല. നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ അടുപ്പിച്ചെടുക്കാം. മിക്സി അല്ല, കുക്കറിൽ വിസിലടുപ്പിക്കാം. ഒരു 6 വിസിൽ. കഴിഞ്ഞ പ്രാവശ്യം 5 വിസിൽ അടിച്ചിട്ട് വെന്തില്ല, എന്നിട്ട് നമ്മളൊരു 4 വിസിൽ എക്സ്ട്രാ അടുപ്പിച്ച്. നമുക്ക് ഇന്ന് അത്രക്ക് വേവണ്ട, അതുകൊണ്ട് നമുക്ക് ഒരു കറക്റ്റ് 6 വിസിൽ അടിക്കുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ സമയത്ത് സമൂസക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ സാധാ എപ്പോഴും ഉണ്ടാക്കണ പോലത്തെ മസാലയാണ് ഇന്നും ഉണ്ടാക്കണേ. കുറഞ്ഞാണ് അടുപ്പത്തെ തോന്നുന്നത്. അടുപ്പിലെ തീൻ്റെ സ്പീഡ് കുറഞ്ഞിങ്ങനെ, നമുക്ക് കൂട്ടി ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. പാൻ ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുത്ത്, നമ്മൾ എപ്പോഴും ഒരേ കൈൻഡ് ഓഫ് മസാല ഉണ്ടാക്കല്, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്തലില്ല. ഇന്ന് പിന്നെ 2 ഉള്ളിയും കൂടി മിക്സ് ആക്കി ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ അവിടെ വെച്ചിട്ട് പൊട്ടിട്ട് നമ്മൾ ഒരു മുട്ടയും ഇത് പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. കാരണം ഇല്ലെങ്കിൽ ആ ഇതുമ്മ പിടിച്ച് നിൽക്കൂലത്. നമുക്ക് ഇതിന് ഓരോ പീസിനെ മാക്സിമം മസാലയിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ സാധനത്തിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ ആകുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങോട്ട് ചുറ്റിക്കൂടി. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുക. നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം ആവാത്തോടത്തൊക്കെ. ഇത് കുറച്ച് പണിയുള്ള പ്രോസസ്സാണ് ഗൈസ്. നിങ്ങളുടെ കലാവാസനകളും കെട്ടാനുള്ള കഴിവുകളൊക്കെ ഇതിനെ മേലെടുക്കാം. നമുക്കങ്ങനെ ഓരോന്നിനെയും ഇതേപോലെ ഇതിൽ ആക്കിയിട്ടെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ സമൂസക്കുള്ള മസാല സെറ്റാക്കാം. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യണം. മസാല എന്നും കൂടുതലാണ് തോന്നുന്നു. എന്നും എത്ര കുറച്ചുണ്ടാക്കിയാലും കുറേ ആവും, അതാണ് ഒരു വലിയ പ്രശ്നം. അപ്പം നമുക്കിനി സമൂസ ചിറ്റണം. ചിറ്റി കഴിഞ്ഞിട്ട് നമ്മളെ സമൂസയും ചിക്കൻ പൊട്ടിത്തെറിച്ചതും കൂടെ നമുക്ക് എടുത്തോ. ഇവിടെ പൊറാട്ട ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതും സമൂസന്റെ മസാലയും കൂടി ഇരുന്ന് തിന്നു. എല്ലാ വ്ലോഗിലും ബാക്ക്ഗ്രൗണ്ടിൽ ലക്ഷ്മി ഫുഡ് കഴിക്കുക. ഉളുപ്പുണ്ടോ തനിക്ക്? അയ്യോ, ഈ പശ ഭയങ്കര ലൂസായി പോയി. കുറച്ച് നന്നായിട്ട് പൊടി ഇടുന്ന അല്ല, കുഴപ്പമില്ല. ഓട്ടുണ്ട്. കുഴപ്പമില്ല, വെള്ളം പോലെ ആയോ? കുറച്ച് പൊടി ഇടുന്ന തരും പറ്റുമോ? നിങ്ങളോടത്തുനിന്ന് എനിക്കൊന്ന് ഡിസ്റ്റർബൻസ് ആവോ? ഒരു സമൂസ കൊളാക്കി വെച്ചതാണ്. എണ്ണ ഒഴിച്ച് ഒരൊറ്റ കൊണ്ടയിടല്. എണ്ണ ചൂടാവാനുള്ള ഒരു ഗ്യാപ്പോ അവസരം പോലും ആ എണ്ണക്ക് കൊടുത്തില്ല. അപ്പൊ നമ്മൾ എണ്ണ ചൂടായിക്കണേ. ഇനിയാണ് നമ്മൾ സമൂസ
ഈ ആൾക്കാർ കൂടി കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമാണ്. ആ പ്രശ്നമാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ ആള് കൂടിയ പാമ്പും ചവലാറിന പോലെ ആകെപ്പാട് ഒച്ചപ്പാട് ഇവിടെ. ഒരാളവിടെ ജ്യൂസ് അടിക്കുന്നു, ഒരാളവിടെ വീഡിയോ എടുക്കുന്നു, ഒരാൾ അപ്പുറത്ത് വേറെ എന്തോ കാട്ടുന്നു. ഓ എന്റെ പച്ച റബ്ബേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നല്ലത്. ഇതിന്റെ ഇടയ്ക്ക് സമൂസ പച്ചവെള്ളത്തിലിട്ട് പൊരിച്ചൊരു മഹതി ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളെ ബീഫ് അൽഫാം ഉണ്ടാക്കാനുള്ള മസാല റെഡി ഗൈസ്. നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ്. ഇതിന് അത്യാവശ്യം വേവ് വേണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഇതെന്താണ് മൊത്തത്തിൽ പ്രശ്നം? എണ്ണ ചൂടാകുമ്പോഴത്തേനും എല്ലാ സാധനങ്ങളും ഇടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളത് ചിക്കനും കൂടി വേവണമല്ലോ. നമുക്ക് ഈ പാനിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. പാനൊരു സൈഡിലേക്ക് വളവുണ്ട്, അതാണ് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചത്. എല്ലാം കൂടെ കൊള്ളുതില്. ഇത് മറ്റേ സീസോ പോലെയാണ്, എല്ലാ സൈഡിലേക്ക് തുള്ളിയും കളിച്ചോളൂ. നമ്മളെ ഇന്നത്തെ എല്ലാ സ്നാക്സും റെഡി ആയിക്കണേ. ഓ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ജ്യൂസ് നമ്മള് ടാങ്ക് പൊടിയും പഴവും പാൽപ്പൊടി ഇട്ടിട്ടാട്ടോ ജ്യൂസ് അടിച്ച്. മാംഗോന്റെ ടാങ്ക് പൊടി ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. കുടിക്കാൻ രസം ഉണ്ടാവുക തരല്ലേ ലക്ഷ്മി? അപ്പൊ നമ്മൾ ഇന്നത്തെ നോമ്പറക്കാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആയിക്കണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചിക്കൻ പൊട്ടിത്തെറിച്ചതും സമൂസയും നമ്മളെ കായ്പോളിയും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ സെറ്റാണ്. പിന്നെ അത് മുസമ്പി നമ്മൾ വാങ്ങിച്ചിട്ട്, എനിക്ക് നോമ്പറക്ക മുസമ്പി പണ്ടേ ഭയങ്കര ഇഷ്ടം. ഓ സംഭവം രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാ, ഞാനൊരു പ്രൊഫഷണൽ തന്നെ. നമ്മള് നോമ്പറന്നു. നോമ്പറന്ന ഫസ്റ്റ് ഞാൻ ഇത് സമൂസ കുറച്ച് ഉപ്പ് കൂടുതലാണ്. നമുക്കിനി അടുത്തത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ടേസ്റ്റ് നോക്കാം. ടീ പോട്ടെന്ന് കഴിക്കാത്ത ടേസ്റ്റ് ഒന്നും കേട്ടോ, നല്ല ക്രിസ്പിയാണ്. നമ്മളെ ബീഫ് മസാല ആക്കി ബട്ടറിലിട്ട് വേവിക്കാൻ വെച്ചാണ്. കുറച്ച് സമയം നോക്കിയതൊന്ന് ചൂടാക്കി കുറുക്കിയെടുക്കാം. അപ്പം നമ്മൾ ബീഫ് ഉണ്ടാക്കിയത് കുറച്ച് കരിഞ്ഞു പോയി, ബട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ്. അപ്പം നമ്മൾ ബീഫും പിന്നെ ഞാൻ ഉണ്ടാക്കിയ റൈസും കൂട്ടി ഫുഡ് കഴിച്ചപ്പോൾ ക്ലിപ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നാളെ ഒരു പുതിയ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ടാറ്റാ.